ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണല്ലോ അജ്മീർ. സുൽത്താനുൽ ഹിന്ദ് അഥവാ ഇന്ത്യൻ ചക്രവർത്തി എന്ന അപരനാമത്തിൽ വിശ്രുതനായ സൂഫി പ്രമുഖനാണ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനമാണ് അജ്മീർ. ഖാജ തങ്ങളുടെ ഉറൂസ് നടക്കുന്ന സമയമാണിത്. അവരുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് ചെറിയ ഒരു ഭാഗം പറഞ്ഞ് നമുക്കും ബറക്കത്തെടുക്കാം. ഒരിക്കല് വിശുദ്ധ റൗള ഷരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്തൊക്കെ ചെയ്ത് വിശ്രമിക്കുന്നതിനിടെ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഉറങ്ങിപ്പോവുകയാണ്. സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം വരികയാണ്. നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പുറപ്പെടണം, അവിടെയുള്ള അന്ധകാരങ്ങൾ അകറ്റി വിശ്വാസത്തിന്റെ വെളിച്ചം പകരണം. നിർദ്ദേശം സ്വീകരിച്ച് 40 അനുയായികൾക്കൊപ്പം ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അജ്മീറിലും എത്തുകയാണ്. പൃഥ്വി രാജാവാണ് അന്ന് നാട് ഭരിച്ചിരുന്നത്. അജ്മീറിൽ ഒരു തടാകമുണ്ട്. ആ തടാകത്തിലെ വെള്ളമെടുത്ത് ദൈനംദിന ആവശ്യങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഖാജയും അനുയായികളും ആ തടാകമായിരുന്നു. പക്ഷെ ആ വെള്ളത്തിന് പുണ്യം കൽപ്പിച്ചിരുന്ന അവിടുത്തെ വിശ്വാസികൾ പൃഥ്വിരാജാവിനോട് പരാതി പറഞ്ഞു. അങ്ങനെ തന്നെയും അനുയായികളെയും ശല്യം ചെയ്ത ആളുകളോട് ഖാജ തങ്ങൾ ഏറ്റുമുട്ടാനൊന്നും പോയില്ല, മറിച്ച് ഒരു പാത്രം വെള്ളമെടുത്ത് പിന്മാറുകയാണ്. അതോടുകൂടെ പിറ്റേ ദിവസം വാർത്ത അമ്പരപ്പിക്കുന്നതായിരുന്നു. ആ തടാകത്തിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയിട്ടുണ്ട്. തടാകത്തിലെ വെള്ളം മാത്രമല്ല, ആ നാട്ടിലുള്ള കിണറിലെ വെള്ളങ്ങളും വറ്റിപ്പോയി. സ്ത്രീകളുടെ മുലപ്പാലടക്കം വറ്റിപ്പോയി എന്നും ചരിത്രത്തിലുണ്ട്. ഖാജ തങ്ങളോട് മാപ്പ് അപേക്ഷിക്കാൻ രാജാവിനോട് പലരും ഉപദേശിച്ചു. പക്ഷേ ഒരു കൈ നോക്കാമെന്ന് രാജാവ് തീരുമാനിക്കുകയാണ്. ഖാജ തങ്ങളെ നേരിടാൻ രാജാവ് രംഗത്തിറക്കിയ ആളായിരുന്നു അജയ്പാൽ. ഖാജ തങ്ങളുടെ 2 ചെരുപ്പുകൾ പറന്നുകൊണ്ട് അജയ്പാലിനെ അടിച്ചു വീഴ്ത്തുകയാണ്. അദ്ദേഹം പരാജയം സമ്മതിച്ചു. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. പൃഥ്വിരാജാവും ഖാജ തങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അനുയായികൾ എടുത്തു വെച്ച ഒരു കപ്പ് വെള്ളം കുളത്തിൽ തന്നെ ഒഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒഴിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കുളത്തിലെ വെള്ളം നിറഞ്ഞ് വരികയാണ്. അടുത്തുള്ള കിണറുകളിലും വെള്ളം വരികയാണ്. സ്ത്രീകൾക്ക് മുലപ്പാലും കിട്ടാൻ തുടങ്ങി. ഈ സംഭവത്തിലൂടെ പല ആളുകളെയും ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ കാരണമാവുകയാണ്. ഇതുപോലെ റജബ് 6-നാണ് ഒരു തിങ്കളാഴ്ച ദിവസം അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ആ ദിവസം പൂർണ്ണമായും വാതിലടച്ച് കഴിഞ്ഞു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുറത്ത് കാത്തിരുന്ന സ്നേഹജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നെറ്റിത്തളത്തിൽ പ്രകാശത്താൽ എഴുതപ്പെട്ട ഒരു